ഹലോ ഗൈസ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വീട്ടിലെ CP ടാപ്പിൻ്റെ സ്പ്രിൻറ്റിൽ മാറ്റി സ്വന്തമായിട്ട് നിങ്ങൾ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പ്രിൻറ്റിൽ ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റൊരു കടയിൽ പോയി ഒരു സ്പ്രിൻറ്റിൽ ചോദിച്ച് വാങ്ങിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു സ്പ്രിൻറ്റിൽ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഏതൊക്കെ തരത്തിലാണ് സ്പ്രിൻറ്റിലുകൾ ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. CP കോക്കുകളുടെ അകത്തായിട്ട് വരുന്നതാണ് സ്പ്രിൻറ്റിൽ. അപ്പോൾ ഈ സ്പ്രിൻറ്റിൽ ഉപയോഗിച്ചാണ് വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. ഈ സ്പ്രിൻറ്റിലുകൾ മുമ്പ് വന്നുകൊണ്ടിരുന്ന ഓൾഡ് ടൈപ്പ് എല്ലാം തന്നെ ത്രെഡ് ടൈപ്പായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഫുൾ ത്രെഡ് ചെയ്താൽ മാത്രമേ വെള്ളം സ്റ്റോപ്പ് ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഓൺ ആക്കണമെങ്കിലും ഫുൾ ത്രെഡ് തുറന്ന് മാത്രമേ ഓണാവുകയുള്ളൂ. അതിന് ഒരല്പം സമയം വേണ്ടി വരികയും ചെയ്യും. അതേസമയം ഇന്നത്തെ കാലത്ത് പുതിയ ടൈപ്പ് മോഡൽ സ്പ്രിൻറ്റിലുകളെല്ലാം തന്നെ ഡിസ്ക് ടൈപ്പാണ്. ഇത് കൂടുതലും ലിവർ ടാപ്പുകളിലാണ് വരുന്നത്. എങ്കിലും സാധാ ഡൂം ടൈപ്പ് ടാപ്പുകളിൽ പോലും ഇന്ന് വരുന്ന സ്പ്രിൻറ്റുകളെല്ലാം തന്നെ ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ പ്രത്യേകത ത്രെഡിനെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് നേരം തിരുക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്വാർട്ടർ ടേൺ ചെയ്താൽ തന്നെ ഇത് ഓഫാവും. അതോടൊപ്പം തന്നെ ഓണാക്കുന്നതും വളരെ ഈസിയാണ്. ഡിസ്ക് പ്രധാനമായിട്ടും കൺസീൽഡ് സ്റ്റോപ്പ് കോക്കിന് അല്പം ലിവർ നീളത്തിലുള്ള സ്പ്രിൻറ്റിലുകളാണ് വരുന്നത്. പില്ലർ കോക്ക്, സിങ്ക് കോക്ക്, ടാപ്പിനൊക്കെ ചെറിയ ടൈപ്പ് സ്പ്രിൻറ്റിലുകളും വരുന്നു. ഇത് പ്രധാനമായിട്ടും സൈസുകൾ ലൈറ്റ്, ഹെവി, മീഡിയം എന്നിങ്ങനെയാണ് ഡിസ്ക് ടൈപ്പ് സ്പ്രിൻറ്റിലുകൾ വരുന്നത്. അതേസമയം ത്രെഡ് ടൈപ്പ് സ്പ്രിൻറ്റിലുകളിൽ നമ്പറുകളിലാണ് വരുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ 5 നമ്പറുകളിലാണ് ത്രെഡ് ടൈപ്പ് സ്പ്രിൻറ്റിലുകൾ. പഴയ ടാപ്പ് വല്ലതും മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ത്രെഡ് ടൈപ്പ് സ്പ്രിൻറ്റിലുകൾ ആവശ്യമായി വരുന്നത്. കൺസീൽഡ് സ്റ്റോപ്പിലും ഇത് നമ്പറുകളിൽ തന്നെയാണ് വരുന്നത്. അതേസമയം ഡിസ്ക് ടൈപ്പിൽ കൺസീൽഡ് സ്റ്റോപ്പിൽ 1/2 ഇഞ്ച്, 3/4 ഇഞ്ച് എന്നീ സൈസുകളിലും അതോടൊപ്പം തന്നെ ടാപ്പുകളിലും 1/2 ഇഞ്ച്, 3/4 ഇഞ്ച് എന്നീ 2 ഇതിലും വരാറുണ്ട്. വളരെ ഹെവി ആയിട്ടുള്ള പില്ലർ കോക്കുകളിലാണ് 1/2 ഇഞ്ചും 3/4 ഇഞ്ചും പില്ലർ കോക്ക് സ്പ്രിൻറ്റിലുകളിൽ വരാറുള്ളത്. CP ടാപ്പുകൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്രിൻറ്റിൽ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ, പുതിയത് മാറ്റിയിടുന്നതിലൂടെ നമുക്ക് യാതൊരു കുഴപ്പവും കൂടാതെ വീണ്ടും വർഷങ്ങളോളം CP ടാപ്പ് ഉപയോഗിച്ച് പോകാവുന്നതാണ്. ആയതിനാൽ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിരിക്കുമെന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ക്വാളിറ്റി ചോയ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രോത്സാഹനമായി നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.